ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് സെന്റ് തോമസ് ഡേ ആണ്. ഭാരത സുവിശേഷീകരണത്തിനായിട്ട് യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ തോമാസ് ലീഹ AD 52 ഇന്ത്യയിൽ എത്തിച്ചേർന്നു. തോമാസ് ലീഹായുടെ വരവോടെ ഇന്ത്യയിൽ സുവിശേഷീകരണത്തിന് വലിയ ചരിത്ര മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇന്ത്യ എന്ന ഇരുണ്ട ഭൂഖണ്ഡത്തിലേക്ക് തോമാസ് ലീഹ വന്നപ്പോൾ തോമാസ് ലീഹയ്ക്ക് ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ട്. എൻ്റെ ദൈവവും കർത്താവുമേ എന്ന് ആദ്യമായിട്ട് യേശുക്രിസ്തുവിനെ അഭിസംബോധന ചെയ്തത് തോമാസ് ലീഹയാണ്. അപ്പോൾ ആ തോമാസ് ലീഹായുടെ ഇന്ത്യയിലെ വരവ് എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടിയോടുകൂടിയുള്ള ഒരു വരവായിരുന്നു. ആദ്യ നൂറ്റാണ്ടിലെ ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളെല്ലാം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടിയോടുകൂടിയുള്ള പ്രവർത്തനമായിരുന്നു. അതേക്കുറിച്ച് ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്നത്തെ യോഗത്തിൻ്റെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും ഒരു വലിയ പ്രവാസിയും ചാരിറ്റി പ്രവർത്തകനും കൂടിയായിരിക്കുന്ന റെജി താഴമൺ അവറുകളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ യോഗ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നതായി ഏറ്റവും ബഹുമാനപ്പെട്ട യാക്കോബായ സഭയിലെ തന്നെ ഏറ്റവും സീനിയറായ വൈദിക ശ്രേഷ്ഠൻ, 88 വയസ്സ് ഇപ്പോൾ അച്ഛന് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 88ാം വയസ്സിലും ശ്രേഷ്ഠ കാതോലിക്ക ബാവായോട് ഒന്നിച്ച് ശുശ്രൂഷയിൽ വളരെ തിളങ്ങിയ അന്ത്യോക്യൻ പാത്രികീസ് ബാവയുടെ കയ്യിൽ നിന്ന് വലിയ പദവികൾ ഭാഗ്യത്തോടെ വാങ്ങിയ ബഹുമാനപ്പെട്ട TC എബ്രഹാം കോർപ്പിസ്കോപ്പ് അച്ഛനാണ് ഇന്നത്തെ യോഗത്തിന്റെ ഉദ്ഘാടകനായിട്ട് എത്തിയിരിക്കുന്ന അച്ഛനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തകനായ മാമച്ചായന്റെ ഗാനങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ്. മാമച്ചായന്റെ സേവനങ്ങൾ ഈ നാടാകെ കഴിഞ്ഞ നാളുകളിൽ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. പ്രിയപ്പെട്ട മാമച്ചായൻ തോമസ് മാമൻ പുത്തമ്പരക്കലിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ബിജു അച്ഛനെ സംബന്ധിച്ചിടത്തോളം ചുക്കില്ലാത്ത കഷായം ഇല്ലെന്ന് പറഞ്ഞ പോലെ ബിജു അച്ഛൻ ഏർപ്പെടാത്ത ഒരു മണ്ഡലങ്ങളും ഇല്ല, സജീവ സാന്നിധ്യമാണ്. അച്ഛനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സമത് മേപ്പുറത്ത് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് വളരെ തിരക്കുണ്ടായിട്ടും ഈ യോഗത്തിൽ യോഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സെന്റ് തോമസ് ഡേയിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി, അവിടുത്തെ എനിക്ക് തോന്നുന്നു ശിബാഗതാങ്ങളെയൊക്കെ എനിക്ക് പരിചയപ്പെടുത്തുകയും അവാർഡ് വരെ എനിക്ക് ശിബാഗതാങ്ങളെ കൊണ്ട് മേടിച്ച് തരികയും ചെയ്തു. ഞാനുകുട്ടി എന്നോട് ചോദിച്ചു എന്തിയെ വേണ്ട പിന്നെ സമതിന്റെ പാസ്റ്റർ എന്നാ അവിടെ നിന്ന് പറഞ്ഞല്ലേ. അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സമത് മേപ്പുറത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷായിച്ചാനെ എനിക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ല. എന്നെ പല അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച ആളാണ് അദ്ദേഹം. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. ഷായിച്ചാനെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് പ്രിയപ്പെട്ട നമ്മുടെ റെജി താഴമൺ അവറുകളെ ക്ഷണിക്കുകയാണ്. എനിക്കൊരു അനുഭവമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് മക്കളില്ലായിരുന്നു. പ്രാർത്ഥിച്ച് കിട്ടിയത് തന്നെ. ഒറ്റ വാക്കിലെന്ന് പറഞ്ഞു ഇന്നെ പ്രസംഗിക്കാൻ ഒക്കത്തില്ലല്ലോ, ഒറ്റ വാക്കിലങ്ങ് പറയാം. അപ്പൊ അച്ഛനും അമ്മയും കൂടെ തീരുമാനിക്കും 50 നോമ്പ് മലയാറ്റൂർ മലയിൽ 3 മാസം പ്രായമുള്ളപ്പോൾ എന്നെ കൊണ്ട് പോയി. അന്ന് അച്ഛനറിയാമല്ലോ, മലയാറ്റൂർ മലയിൽ 50 പേരൊക്കെ ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് പോവുക. എന്റെ സമത അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കരച്ചിന് നിൽക്കുന്നില്ല. 50 പേര് മാറി എടുത്തിട്ട് എന്റെ കരച്ചിന് നിൽക്കുന്നില്ല. അപ്പോൾ എന്റെ അമ്മയുടെ അമ്മ പറഞ്ഞു, എന്റെ അമ്മയുടെ പേര് മോളി എന്നാണ്, എടി ഇവിടെ പിന്നെ അവിടെ കൊണ്ട് നീ അടക്കിയിട്ട് മലയാറ്റൂർ മലയിൽ അടക്കിയിട്ട് പോകത്തുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വൃദ്ധരായ ദമ്പതികൾ ഇങ്ങോട്ട് വന്ന് മോനെ തോമസ് ഊട്ടി എന്ന് പറഞ്ഞ് എടുക്കുകയും
കരച്ചിൽ നിൽക്കുകയും ചെയ്തു. അവർ പറഞ്ഞു ഈ കുട്ടിയുടെ പേര് തോമസ് കുട്ടി നിരണം, ഇവനെ ശപിക്കരുത്, പ്രാകരുത്, ചൂല് കൊണ്ട് അടിക്കരുത്, ദൈവവേലയ്ക്കുള്ള കുഞ്ഞാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ മാമോദീസ മുക്കിയത് ഞങ്ങളുടെ അപ്പച്ചന്റെ പേരല്ല, തോമസ് കുട്ടി എന്ന പേരില്ല മാമോദീസ മുക്കിയിരിക്കുന്നത്. ഇവ സുവിശേഷ വേലയ്ക്കുള്ള. അങ്ങനെയാണ് എൻ്റെ അനുഭവം. ഇപ്പോൾ ഈ യോഗത്തിന് അധ്യക്ഷനായിട്ട് പ്രിയപ്പെട്ട റെജി താരമൺ അവരെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവം ഇവിടെ ആയിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും ആദരണീയനായ CM വർഗീസ് തോർപ്പിസ്കോപ്പ അച്ഛ, ഏറ്റവും പ്രിയപ്പെട്ട ബിജു അച്ഛന്, ഇന്ന് വിശുദ്ധ തോമാസ് ലീഹായെ പറ്റിയുള്ള ഇങ്ങനെയൊരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ പാസ്റ്റർ തോമസ് കുട്ടിക്കുന്നൂസ്, മുസ്ലിം ലീഗിൻ്റെ പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് സമ്മദ് മേപ്പുറത്ത്, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഷാജി തെക്കാട്ടില്, റാന്നിയിലെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട മാമച്ചാന് അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, സെൻറ് തോമസ് ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റി വേറൊരു ചരിത്രമാകുമായിരുന്നു. സെൻറ് തോമസിൻ്റെ വരവോടുകൂടിയാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റി വളർന്നു തുടങ്ങിയത്. അതിനു മുമ്പും ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ നമ്മുടെ രാജ്യത്ത് വിവിധ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സേവനങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലും ആതുര ശുശ്രൂഷ രംഗത്തും ഏറ്റവും വലിയ മുതൽക്കൂട്ടായി കാലം മാറ്റിയെടുത്തത്. പക്ഷെ അതൊക്കെ മാറി ഇന്ന് ക്രിസ്ത്യൻ സമൂഹവും ന്യൂനപക്ഷ സമൂഹവുമൊക്കെ വളരെയധികം പീഡിപ്പിക്കുന്നതാണ് നമ്മൾ മണിപ്പൂരിലൊക്കെ കണ്ടത്. അപ്പോൾ അവരന്ന് ഇപ്പം അങ്ങനെ ചെയ്യുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിലെ മറ്റു മതക്കാരെ ക്രിസ്ത്യാനികളാക്കുന്നു എന്നുള്ളത്. പക്ഷെ കണക്ക് പരിശോധിച്ചാൽ അതിൽ യാതൊരു കാര്യവുമില്ലെന്ന്. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നടന്ന ആദ്യത്തെ ഈ സെൻസസ് എടുത്തപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കണക്കെന്ന് പറയുന്ന 2.58% ആയിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും അവസാനം എടുത്ത കണക്കിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന 2.2% ഉള്ളൂ. അപ്പോൾ എവിടെയാണ് ഈ മതപരിവർത്തനം നടത്തിയ ആളെ ചേർത്തെന്നുള്ളത് ആർക്കും അറിയത്തില്ല. അപ്പോൾ അത്തരത്തിലാണ് പ്രചരണങ്ങൾ നടത്തുന്നതും ക്രിസ്ത്യൻ സഭയ്ക്ക് നേരെയും മണിപ്പൂരിലൊക്കെ അവിടുത്തെ പള്ളികൾക്ക് നേരെയും അതിൻ്റെ സുവിശേഷകർക്ക് നേരെയും അച്ഛന്മാർക്ക് നേരെയും ഒക്കെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. പക്ഷേ ഇതെങ്കിൽ പോലും ഇത് വളരെ സമന്വയത്തോടെ ക്രിസ്തു പഠിപ്പിച്ച പാതയിലൂടെ മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും കാവൽ മാലാഖമാരായിട്ടാണ് നമ്മുടെ സഹോദരങ്ങൾ ഓരോ സ്ഥലങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനടിസ്ഥാനപരമായിട്ട് ഈ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലേക്ക് കടന്നു വന്നതെന്ന് പറയുന്നത് സെൻറ് തോമസിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. സെൻറ് തോമസിനെ പറ്റി, വിശുദ്ധ തോമാസ് ലീഹ എന്ന് പറയുന്ന ആളെ പറ്റി മലങ്കര ഓർത്തഡോക്സ് സഭാകവി CP ചാണ്ടി സാർ എഴുതിയൊരു കവിതയുണ്ട്. അദ്ദേഹം എൻ്റെ വല്യമ്മച്ചിയുടെ സഹോദരൻ കൂടി ആയിരുന്നുകൊണ്ട് ഞാൻ ഈ ചെറുപ്പത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എഴുതിയ കവിത കൂടി പാടിയിട്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാം. മൈലാപ്പൂരിൽ മിശിഹായെ പ്രതിതൻ ജീവൻ വെടിഞ്ഞവനെ നിരണം മുതലായവയേഴ് ഭവനം സംസ്ഥാപിച്ചവനെ ഇന്ത്യയുടെ കാവൽക്കാരാ വന്യപിതാവേ മാർത്തോമ ഓർക്കണമേ ഞങ്ങളെ എന്നാളും. വളരെ മനോഹരമായ ഗാനമാണ് ചാണ്ടി സാറ് വിശുദ്ധ തോമാസ് ലീഹായെ പറ്റി എഴുതിയത്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിലും ഒക്കെ ഈ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ തോമസ് കുട്ടിക്കുന്നൂസ് പാസ്റ്റർ പറഞ്ഞപ്പം എനിക്ക് ആദ്യം ഈ പാട്ടാണ് എൻ്റെ ഓർമ്മ വന്നത്. എനിക്ക് തോന്നുന്നു ഞാനിത് ഈ പാട്ടിപ്പോൾ പാടിയിട്ട് 30-40 കൊല്ലമായി കാണും.
എങ്കിലും ചെറുപ്പത്തിലേ പഠിച്ചൊരു പാട്ടായതുകൊണ്ട് മനസ്സിലത് ഓർത്തിരുന്നതാണ് ഇപ്പം ഇവിടെ പാടാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ക്രിസ്ത്യൻ സമൂഹം ഈ രാജ്യത്ത് ചെയ്യുന്ന സേവനങ്ങൾ ഒരിക്കലും ഒരു സമൂഹത്തിനും മറക്കാൻ പറ്റാത്തതാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് സെൻറ് തോമസിൻ്റെ നാമധേയത്തിൽ ഇവിടെ ക്രിസ്ത്യാനികളായിട്ടുള്ള മുഴുവൻ സമൂഹവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലായിരിക്കും. ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി ഈ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ പ്രിയപ്പെട്ട മാമച്ചായൻ്റെ അതിമനോഹരമായൊരു പാട്ടിന് ശേഷം അച്ഛൻ്റെ ഉദ്ഘാടന സന്ദേശം നമുക്ക് കേൾക്കാം. മർത്തോമെന്നേയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരണമേ ഇന്ന് ഉത്തമനായ മസിഹ തിരുള്ളം ഉന്മേഴുന്നേണം കാതീശനാഥേഴുന്നള്ളി വന്നിട്ട് കർപ്പൂര പന്തേലകമേ കൈകൂപ്പിനൂരം തെറ്റു വളർത്തൊരു കന്യേ മകനെ ഞാൻ നിന്നെ തോളും തുടയും മുഖവും മണിമാറും തലവാരിശുണ്ടേ. സൂപ്പർ, അതിമനോഹരമായ മാമച്ചായന്റെ പാട്ടുകൾ ശ്രദ്ധേയമാണ്. പി ജെ കുര്യൻ സാർ വരെ അതിന് പ്രത്യേക അഭിനന്ദനം മാമച്ചായന്റെ പാട്ടിന് നൽകി. പ്രിയപ്പെട്ട TC എബ്രഹാം കോർപ്പിസ്കോപ്പ അച്ഛൻ നമ്മോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട അച്ഛൻ, വേദിയിലിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും ഓരോരുത്തരെയും സ്മരിച്ചുകൊണ്ട് സംബോധന ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ആരംഭിച്ചിരിക്കുകയാണ്. സെൻറ് തോമസ് ഡേ ആഘോഷിക്കുന്ന ഒരു അവസരമാണെന്നുള്ളത് മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിലേക്ക് വന്ന് പ്രേക്ഷിതാവേല ചെയ്ത് ഞാൻ സ്മരിച്ചുകൊണ്ടതായിട്ടുള്ള ഒരു ദിനമാണ്. മാർത്തോമാ ശ്ലീഹ പത്രോസ് ശ്ലീഹായെ പോലെ തന്നെ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു ശ്ലീഹയായിരുന്നു. അദ്ദേഹം കർത്താവിനെ വളരെയേറെ സ്നേഹിച്ചതാണ്. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്നൊരിക്കലും മാർത്തോമാ ശ്ലീഹ പറഞ്ഞു. അത്രമാത്രം കർത്താവിനെ സ്നേഹിച്ചതായ ആ മാർത്തോമാ ശ്ലീഹായുടെ സ്മരണയാണ്, ദുഃഖർവനയാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. ഈ മാർത്തോമാ ശ്ലീഹയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ടതായ സമയത്ത് തോമാസ് ശ്ലീഹ അവിടെ ഇല്ലായിരുന്നു. തോമാസ് ശ്ലീഹ വന്നതിന് ശേഷം മറ്റുള്ള സ്ത്രീയന്മാരൊക്കെയും തോമാസ് ശ്ലീഹയോട് പറഞ്ഞു, കർത്താവിനെ കണ്ടു എന്നൊരു പേര്. ആ തോമാസ് ശ്ലീഹ പറഞ്ഞു, അവൻ്റെ ആണിപ്പള്ളികൾ കയ്യിലാതെ തൊട്ടുനോക്കാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം 8 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കർത്താവ് പ്രത്യക്ഷപ്പെട്ടു ശ്രീയന്മാർക്ക്. ശ്രീയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം തോമാസ് ശ്ലീഹയെ വിളിച്ചു, തോമായ നീ ഇവിടെ വരിക, നിൻ്റെ കൈ എൻ്റെ വിലാപ്പുറത്ത് വെക്കുകയാണ്. തോമാസ് ശ്ലീഹ വിലാപ്പുറത്ത് വെച്ചിട്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് കേട്ടുവന്ന് സങ്കടപ്പെട്ടു. അങ്ങനെയുള്ളതായിരുന്ന ആ തോമാസ് ശ്ലീഹയുടെ ആ ഓർമ്മ ദിവസമാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. ഇന്ത്യയിലേക്ക് വന്ന് പ്രേക്ഷിത വേല ചെയ്ത് 7 പള്ളി ഇവിടെ സ്ഥാപിച്ച് സുവിശേഷ വേല ചെയ്തു. അതുപോലെ അനേക നമ്പൂതിരി കുടുംബങ്ങളെ, എല്ലാ കുടുംബങ്ങളെയൊക്കെയും മാമോദിസ അല്ലെങ്കിൽ സ്നാനപ്പെടുത്തി ഈ സഭയോട് ചേർത്ത് ഒരു സഭ ഇവിടെ സ്ഥാപിച്ചു. പിന്നീട് അത് തുടർന്ന് അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയും ധാരാളമായി നടക്കാൻ ഇടയായിട്ട് വന്നിട്ടുണ്ട്. അതിനായി തോമ ഒരു വാണിജ്യ ശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് വ്യാപാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ക്രിസ്ത്യാനികൾ ഇവിടെയുള്ളതായിട്ടും പുരുഷ കൈക്കലിട്ടുകൊണ്ട് നടക്കുന്നതായിട്ടൊക്കെ കാണാനായിട്ട് അദ്ദേഹവും അവിടെ പോയി ഉറഹായിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഒരു കൂട്ടത്തെ ഇവിടെ കൊണ്ടുവന്നു. മെത്രാപ്പൊലീത്ത ഉൾപ്പെടെ അതുപോലെ ഉള്ളതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെയുള്ള ഈ മാർത്തോമാ ശ്ലീഹയാൽ സ്ഥാപിതമായിട്ടുള്ള ഈ സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും
പ്രേരണകൾ നൽകി ഇവിടെ ഈ സഭ സ്ഥാപിക്കുന്നതിനിടയായിട്ട് മാർത്തോമാ ശ്ലീഹായുടെ ബഹുമാനം ഇന്ന് ലോകമെമ്പാടും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആഘോഷിക്കുന്നതായ ഒരു ദിവസമാണ്. പ്രത്യേകമായ റാന്നി വെല്ലുവിളിയിൽ അത് വളരെ വിപുലമായ തോതിൽ പഴയ കാലം മുതൽ തന്നെ ആഘോഷിച്ച് വരുന്നതായിട്ടുള്ള ചടങ്ങാണ് ഈ ബഹുമാന പെരുന്നാൾ എന്ന് പറയുന്നത്. ഓർക്കുകയായിരുന്നു, ഈ റാന്നി വെല്ലുവിളിയാണ് ഇവിടെയുള്ളതായിട്ടുള്ള എല്ലാ ക്രിസ്ത്യാനികളുടെയും അഭയകേന്ദ്രമായിരുന്നത്. ഇവിടെയുള്ള മാർത്തോമാ സഭയിലും മറ്റുള്ള എല്ലാ സഭയിലുമുള്ള ആളുകൾ ഈ റാന്നി വെല്ലുവിളിയിലായിരുന്നു കൂടി വന്നിരുന്നത്. എന്നാൽ അതിനുശേഷം അവരൊക്കെ പിന്നെ പിരിഞ്ഞ് അവരവരുടേതായിരുന്ന ക്യാമ്പുകളിലേക്ക് പോയി. ഇപ്പോഴും വെല്ലുവിളിയിലെ മാർത്തോമാ ശ്ലീഹായുടെ ബഹുമാന പെരുന്നാൾ വിപുലമായ തോതിൽ ആഘോഷിക്കുന്നു. ആ മാർത്തോമാ ശ്ലീഹായുടെ ആ പ്രേക്ഷിത വേലയും മാർത്തോമാ ശ്ലീഹായുടെ സാന്നിധ്യവും പ്രാർത്ഥനയും നമുക്കെല്ലാം ഇപ്പോഴും ഓർമ്മയായിരിക്കും. അതിന് പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഈ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മുടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയും നേതാവുമായ സമദ് മേപ്പുറത്തെ സംസാരിക്കും. അധ്യക്ഷൻ തോമസ് ഡിപ്പാസ് ജി താരവൻ, ഏറ്റവും ആദരണീയനായ നമ്മുടെ ഉദ്ഘാടകൻ കാർലച്ചൻ, പ്രിയപ്പെട്ട ബിജുവച്ചൻ, പ്രിയപ്പെട്ട തോമസ് ഡിപ്പാസ്, പ്രിയപ്പെട്ട മച്ചൻ, പ്രിയപ്പെട്ട ഷാഴ്ചൻ അടക്കമുള്ള നമ്മുടെ തോമസ് ലിഹായുടെ വരവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട അച്ഛനടക്കമുള്ള നമുക്കറിയാം, കേരളമായാലും ഇന്ത്യ ആയാലും ഈ രാജ്യത്തിൻ്റെ നാനാ ദിക്കുകളിൽ പള്ളികൾക്കൊപ്പം പള്ളിക്കൂടങ്ങൾ കൂടി സ്ഥാപിച്ച് അതോടൊപ്പം മാതുര ശുശ്രൂഷ സ്ഥാപനങ്ങളുമൊക്കെ സ്ഥാപിച്ച് ഈ നാടിൻ്റെ ഒരുപക്ഷെ മുഖച്ഛായ മാറ്റാൻ, ഈ നാടിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ക്രൈസ്തവ സമൂഹം വഹിച്ചിട്ടുള്ള വലിയ പങ്ക് അവിസ്മരണീയമാണ്, അവിസ്തർക്കമാണ്. അത്രയേറെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ സമൂഹം ഇവിടെ വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട റൈച്ചാൻ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജനസംഖ്യാ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഭീകരമായ യാഥാർത്ഥ്യം നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോഴാണ് രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ ആക്രമിക്കപ്പെടുന്ന കാഴ്ച നാം കാണുന്നത്. ഏറെ വേദനയോടുകൂടി തന്നെയാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. ഇന്നലെ ബഹുമാന്യനായ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പ്രസംഗിച്ചത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ആ പ്രസംഗം ഓരാവർത്തി വീണ്ടും വീണ്ടും കേൾക്കാൻ താല്പര്യപ്പെടുന്ന പ്രസംഗമായി മാറി. കാരണം അദ്ദേഹം എല്ലാ സമുദായങ്ങളെയും വോട്ട് ചെയ്ത് ഈ സമുദായങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ നമ്മുടെ രാജ്യം ഒരു മാറ്റത്തിൻ്റെ കാലത്ത് കൂടി കടന്നു പോകുമ്പോഴാണ് നമ്മുടെ സെന്റ് തോമസ് ഡേ ആചരിക്കുന്നത്. സെന്റ് തോമസ് ഡേയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരുപാട് പരിവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞ മഹാനായ ആളാണ് പ്രിയപ്പെട്ട സെന്റ് തോമസ്. നമുക്ക് ആ നിലയിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളുടെ ഭാഗമാകാൻ ഈ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടിൽ, ഈ ലോകത്ത് ഈ രാജ്യത്ത് കാണുന്ന എല്ലാവിധമായ മാറ്റങ്ങൾക്കും കാരണമായിട്ടുള്ളത്. അത്തരത്തിൽ മുൻപോട്ട് പോകാൻ ക്രൈസ്തവ സമൂഹത്തിനും ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കുമൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ നമ്മോട് സംസാരിക്കും. ഈ മീറ്റിങ്ങിൻ്റെ ബഹുമാന്യ അധ്യക്ഷൻ പ്രിയപ്പെട്ട റൈച്ചാന്, ഉദ്ഘാടനം ഔപചാരികമായിട്ട് നിർവഹിച്ച ബഹുമാന്യ വൈദിക ശ്രേഷ്ഠൻ തേക്കാട്ടിൽ അച്ഛൻ, പ്രിയ തോമസ് കുട്ടി പാസ്റ്റർ, മാമച്ചായൻ, പ്രിയപ്പെട്ട സമദ് മേപ്പുറത്ത്, പ്രിയ ഷായ്ച്ചാൻ, എല്ലാവർക്കും സ്നേഹ വന്ദനമറിയിക്കുന്നു. സെൻറ്റ് തോമസ് ഡേ ആചരിക്കുന്നതായിട്ടുള്ള ഇന്നത്തെ ഈ മീറ്റിംഗ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം, ഇന്ത്യ എന്ന ആശയം തന്നെ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ഒരു വലിയ ഭൂവിസ്തൃതിയുള്ള ഒരു രാജ്യമായിട്ട് രൂപപ്പെടുന്നത്. എന്നാൽ അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് പിന്നിലാണ് തോമസ് ലീഹ ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ അന്ന് ഇന്ത്യ എന്ന ഒരാശയം ഉണ്ടായിരുന്നില്ല. അപ്പോഴന്ന് ഉണ്ടായിരുന്ന ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ എത്രമാത്രം വിദ്യാഭ്യാസപരമായിട്ടും വിശ്വാസപരമായിട്ടും ഒരു രാജ്യത്തെ ജനങ്ങളെന്ന നിലയ്ക്കുള്ള ഒരു ഐക്യതയൊക്കെ എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതും മനസ്സിലാക്കുന്നതും മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളായിരുന്നാലും. അപ്പോൾ അങ്ങനെയായിരുന്ന ഒരു ഭൂപ്രദേശത്തേക്കാണ് കർത്താവിൻ്റെ വാഗ്ദത്തമനുസരിച്ച്, വിളിയനുസരിച്ച് സുവിശേഷ പ്രേക്ഷിത വിലയ്ക്ക് വേണ്ടിയിട്ട് തോമസ് ലീഹ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വരവെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ദൗത്യം നിർവഹിക്കലാണ്. അദ്ദേഹം എന്ത് പറഞ്ഞാൽ അത് നിർവഹിക്കലാണ്.
അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ വെളിച്ചമാകുന്നു, നിങ്ങൾ എൻ്റെ വെളിച്ചത്തിൽ നടക്കുവിൻ. അപ്പോൾ വെളിച്ചമായി തീർന്ന ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാർ ലോകത്തിന് വെളിച്ചമായി മാറി. അപ്പോൾ ആ വെളിച്ചം, ദൈവിക വെളിച്ചം, ആ ശിഷ്യരിലൂടെ ഈ ഇന്ത്യ എന്ന ഭൂപ്രദേശത്ത് എത്തിച്ചേരുവാൻ ഇടയായിട്ട് പോയി. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി പറയുന്ന ഭാരതം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സമഗ്ര വികസനത്തിന് എല്ലാറ്റിൻ്റെയും ഒരു അടിസ്ഥാന ഘടകമായിട്ട് ക്രിസ്ത്യാനിറ്റം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കർത്തവ്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വലിയ അഭിമാനപൂർവ്വം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ രാജ്യത്തെ കെട്ടുറപ്പിൽ നിർത്തുന്നതിനും ഇതിൻ്റെ സാംസ്കാരിക സമഗ്ര മേഖലകൾ പടുത്തുയർത്തുന്നതിനും അഹോരാത്രം അധ്വാനിക്കുകയും തങ്ങളാൽ കഴിയുന്നത്ര സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒരു നല്ല രാജ്യത്തിൻ്റെ കെട്ടുപണികൾക്കായിട്ട് അധ്വാനിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ക്രിസ്ത്യാനി. അപ്പോൾ ആ നിലയിൽ എടുത്തു പരിശോധിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. അപ്പോൾ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ വടക്കേണ്ടികളാണെന്ന് പറഞ്ഞാലും ഏത് സംസ്ഥാനങ്ങളിൽ നോക്കിയെന്ന് പറഞ്ഞാലും അതൊരു വലിയ ഒരു ശൃംഖല തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അറിവിൻ്റെ ലോകത്തിലേക്ക് നമ്മുടെ തലമുറകളെ നയിക്കുക എന്നുള്ളത് അത് മാത്രമൊന്നുമല്ല, ഞാൻ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെൻറ് തോമസിൻ്റെ വരവോടുകൂടി ഇവിടെ ശരിക്കും ഭൗതികമായിട്ടുള്ള വളർച്ചയിൽ അറിവിൻ്റെ ലോകത്തിലേക്ക് നയിക്കുന്നതിന് അതൊരു വലിയ ഘടകമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മക്കളെന്ന നിലയിൽ അവരെ ന്യൂനപക്ഷമാണ് എങ്കിൽ പോലും അതിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഭരണഘടനയുടെ ആനുകൂല്യങ്ങൾ അത് കൃത്യമായിട്ടും ആ ഒരു സമൂഹത്തിന് കൊടുത്തുകൊണ്ട് അതിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഉത്തരവാദിത്വം നമ്മുടെ ഭരണകേന്ദ്രങ്ങൾ, സ്ഥിരാകേന്ദ്രങ്ങൾക്കുണ്ട്. അത് ഈ ഒരു സെൻറ് തോമസ് ഡേയിൽ ഒന്നുകൂടി ആവശ്യപ്പെടുകയും ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് ഇന്നത്തെ ഈ ദിവസം, ഈ ആഘോഷം മാറട്ടെ, തുടർന്നുള്ള വർഷങ്ങളിലും അതങ്ങനെയായി മാറട്ടെ, തലമുറ ഏറ്റെടുക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഈ പ്രോഗ്രാമിന് അർപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഈ അച്ഛന് നന്ദി. എനിക്ക് ഏറ്റവും വളരെ ആവേശമായി ഈ പ്രോഗ്രാമുകൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ട ഷാജി തേക്കാട്ടിൽ അവറുകൾ, അദ്ദേഹം ഇവിടുത്തെ നിശബ്ദമായി നിന്നുകൊണ്ട് ഈ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കും. സമ്മേളന അധ്യക്ഷൻ എത്രയും ബഹുമാനപ്പെട്ട ശ്രീ റജി താഴമൺ, നമ്മുടെ ഈ സമ്മേളനം അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തികൾക്ക് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, ജൂലൈ മാസം 3-ാം തീയതി എന്ന് പറയുന്നത് ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ അരുമശിഷ്യൻ മാർ തോമാസ് ലീഹായുടെ ദുഖറോനോ ആചരിക്കുന്ന ദിവസം. ദുഖറോനോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ലോകത്തു നിന്നും നീങ്ങിപ്പോയ ദിവസം, മാറ്റപ്പെട്ട ദിവസം. ഈ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും തന്നെ ആരായിരുന്നു മാർ തോമാസ് ലീഹ? പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് ആദ്യം കടന്നു വന്ന ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യൻ. ആദ്യം കടന്നു വന്നത് മാർ തോമാസ് ലീഹായാണ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. അതുപോലെ തന്നെയാണ് റാന്നിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം. റാന്നിയിൽ ആദ്യമായി സ്ഥാപിതമായ ക്രൈസ്തവ ദേവാലയം, വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ, സഭാവിഭാഗങ്ങൾ ഉണ്ട് എങ്കിൽ പോലും റാന്നിയിൽ ആദ്യമായി സ്ഥാപിതമായ റാന്നി വലിയ പള്ളി എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമുക്ക് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ഇന്ത്യയിലേക്ക് കടന്നു വന്ന മാർ തോമാസ് ലീഹായുടെ പേരിലാണ് റാന്നിയിൽ ആദ്യത്തെ ദേവാലയം ഉയർന്നു വന്നത്. അങ്ങനെ എന്തുകൊണ്ടും തീർച്ചയായിട്ടും ആ വലിയ മനുഷ്യ വ്യക്തിത്വത്തെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ ദിവസത്തെ